ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത്. അടദോശ. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് മാവ് പ്രിപ്പയർ ചെയ്ത ഉടനെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 1/4 കപ്പ് പച്ചരി ചേർക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൂവരപ്പരിപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 2 വറ്റൽമുളക് അതുകൂടി ചേർക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതാ ഞാൻ വാഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂർ മിനിമം കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർനൈറ്റാണ് കുതിർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് കുതിർത്ത് വയ്ക്കാം. ഇതാ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ട നമ്മുടെ പരിപ്പുകളൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി അയവിൽ വേണം അരച്ചെടുക്കുക. അതുകൊണ്ട് ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇതാ കണ്ട ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പാകം. ഈ ഒരു കട്ടി മതി, ഇതിലും ലൂസാവരുത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്കൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി ചേർക്കാം. കാരണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറിവേപ്പില ചേർക്കുമ്പോൾ. ചിലർ കറിവേപ്പില മാവിൽ ചേർത്ത് അരയ്ക്കാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ അടദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവിയലും നല്ല വെള്ള കട്ട തേങ്ങാ ചമ്മന്തിയുമാണ്. അതുപോലെ അവിയലിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, പോയിട്ടൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അവിയലും വെള്ള തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. ഇത് അരച്ച ഉടനെ തന്നെ ഈ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അധിക സമയമൊന്നും വെക്കേണ്ട. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇതാ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി വീതം മാവ് കോരി ഒഴിച്ചിട്ട് സാധാരണ ദോശയ്ക്ക് പരത്തുന്നത് പോലെ നല്ല കനം കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കുക. ഇതിന് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുന്നതാണ് ടേസ്റ്റ്. അതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ക്രിസ്പിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നൈസായിട്ട് എത്ര കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ദോശയുടെ മുകൾ ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചേർക്കാം. നല്ലെണ്ണയാണെങ്കിൽ അത്, നെയ്യാണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ദോശ അടിവശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് അടദോശ ആയതുകൊണ്ട് തന്നെ, അതായത് നിറയെ പരിപ്പുകളൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ സാധാരണ ദോശേനേക്കാളും കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ഇത് മറിച്ചിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു ദോശ കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം നമ്മൾ പ്ലെയിൻ ദോശയാണ് ചെയ്തത്. ഇനി നമ്മൾ ഉള്ളി ചേർത്തിട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഞാനിപ്പോൾ ഇത് ദോശയുടെ മുകളിലാണ് ചേർക്കുന്നത്. ചിലർ മാവിൽ ചേർത്തിട്ട് ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ദോശയുടെ മുകളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ
ചിലരിതിൽ മുരിങ്ങയുടെ ഇല മാവിൽ ചേർത്തിട്ട് ഈ ദോശ ഉണ്ടാക്കാറുണ്ട്. എനിക്കിപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല മാവിൽ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന്. കയ്യിലുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദോശയുടെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. പരിപ്പ് ചേർന്ന ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കുക്കിംഗ് ടൈം ഉണ്ടാകും. ഇതാ ദോശയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.